ഒരു ഭാര്യ സങ്കടത്തോട് പറഞ്ഞത്, അച്ഛാ തൊട്ടടുത്ത വീടുകളാണ്. എൻ്റെ ഭർത്താവ് എൻ്റെ വീട്ടിലിരുന്നല്ലേ വർത്താനം പറയേണ്ടത്. സന്ധ്യ ആയി കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിൽ അതിൻ്റെ മുറ്റത്തിരിപ്പുണ്ടാവും. എന്നിട്ട് രാത്രി 11 മണി വരെ അവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് അവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങി കഴിയുമ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ കിടന്നുറങ്ങും. ഇതിനെ കിടന്നുറങ്ങാൻ ലോഡ്ജാണോ? ഒരു മര്യാദ കാണിക്കണ്ടേ അച്ഛാ? എപ്പോഴും അപ്പുറത്തെ വീട്ടിൽ പോയിരിക്കുന്നു. ശ്രദ്ധിച്ചേ, വിശുദ്ധ ഗ്രന്ഥം പറയുവാണ്, എപ്പോഴും അയൽവാസിയുടെ വീട്ടിൽ പോയി ഇരിക്കരുത്. അയൽവാസിയുടെ വീട്ടിൽ പോകണം, നല്ലതാണ്. പക്ഷെ അവർക്ക് നിന്റെ സാന്നിധ്യം ഒരു ശല്യമായും മടുപ്പായും തോന്നരുത്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, നിന്റെ അയൽവാസിക്ക് നീ ഒരു ശല്യമായി മാറരുത്. പറഞ്ഞു കൊടുത്തേ, നിന്റെ അയൽവാസിക്ക് നീ ഒരു ശല്യമായി മാറരുത്. അവർക്ക് അവരുടേതായിട്ടുള്ളൊരു പ്രൈവസി കൊടുക്കണം, അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ജീവിത ശൈലി കൊടുക്കണം, അവർക്ക് സന്തോഷത്തോടെ ജീവിക്കാനുള്ള അവസ്ഥ കൊടുക്കണം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 18-ാം തിരുവചനം, സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കണം. കണ്ടോ, പൗലോസ്ലീഹ പറയുക, നിന്നെ കൊണ്ട് പറ്റാവുന്നിടത്തോളം നീ സമാധാനത്തോടുകൂടെ അയൽവാസിയോട് പെരുമാറണം. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരോടും ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിക്കുന്നത് അയൽവാസികളോട് നമ്മൾ എങ്ങനെ പെരുമാറണം. അവരോട് നമ്മൾ റിവെഞ്ച്, അവരോട് നമ്മൾ പ്രതികാര മനസ്സോടുകൂടെ പെരുമാറാൻ പാടില്ല. മറിച്ച് സാധിക്കുന്നിടത്തോളം സമാധാനത്തോടെ നമ്മൾ പെരുമാറണം. അവർ ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ടിട്ട് അവരെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി നമ്മളും അതുപോലെ ചെയ്യരുത്. നമുക്ക് വിശുദ്ധ ഗ്രന്ഥം നൽകുന്ന ചില അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. വലതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ടാണ് തിമോത്തിയോസിന് എഴുതിയ പുസ്തകത്തിൽ പൗലോസ്ലീഹ വീണ്ടും ഒരു കാര്യം പറയും. 1 തിമോത്തിയോസ് 2-ാം അധ്യായം 1-ാം തിരുവചനം. വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ചേ, അതൊന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചോ. എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാര സ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു. ഹല്ലേലൂയാ. അപ്പൊ അതായത് നമ്മൾ അയൽവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്